ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സഭയുടെ അനുഗ്രഹീത ശുശ്രൂഷകൻ പാസ്റ്റർ പി ബി ജോസഫ് അവർകൾ, പ്രിയ കർത്തദാസൻ പാസ്റ്റർ ജോൺ അവർകൾ, ഞാൻ ഇന്നലെ അദ്ദേഹവുമായിട്ടാണ് ബന്ധപ്പെട്ടത്. ഇന്ന് ഇവിടെ ആയിരിക്കാമെന്ന് പറഞ്ഞെങ്കിലും ഒഴിച്ചുകൂടാത്ത ചില കാര്യങ്ങളുള്ളതിനാൽ അദ്ദേഹത്തിന് പോകേണ്ടി വരുമെന്ന് പറഞ്ഞു. കർത്താവ് നമ്മെ നടത്തുന്നതായ ചില വഴികൾ, സ്തോത്രം ഹല്ലേലൂയ, നമ്മളുടെ പദ്ധതി അനുസരിച്ചല്ല പലപ്പോഴും ദൈവമക്കളെ ദൈവം നടത്തുന്നത്. ലോക മനുഷ്യന് പദ്ധതിയുണ്ട്, പ്ലാനുണ്ട്. നമ്മൾ കേട്ടിട്ടില്ലേ, പ്ലാൻ വെച്ച് വേണം മുന്നോട്ട് പോകുവാനെന്ന് കുഞ്ഞുങ്ങളൊക്കെ പഠിപ്പിക്കുന്നതാണ്. അത് ലോക മനുഷ്യൻ്റെയാണ്. പക്ഷേ ദൈവ മക്കളുടെ പ്ലാനും പദ്ധതിയെല്ലാം ആണിപ്പഴുതുള്ള ആ കരങ്ങളിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ സങ്കീർത്തനത്തിൽ എനിക്ക് വലിയ സന്തോഷമുണ്ടായ സങ്കീർത്തന ഭാഗത്തിലൊരു പ്രത്യേക ഭാഗം 3-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുമെങ്കിൽ അവിടെ നമ്മെ സ്പർശിക്കുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. അവൻ നമ്മെ നിർമ്മിച്ചവൻ. അതിന് താഴേക്ക് വായിക്കുമ്പോൾ ഒരു കാര്യം കാണുവാൻ സാധിക്കും, നാം അവനാൽ മേയ്ക്കപ്പെടുന്ന ആടുകൾ. ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ വഴിയെ പോകുന്ന ആടുകൾക്ക് വല്ല ബോധമുണ്ടോ എങ്ങോട്ടാ പോകുന്നതെന്ന്? ഇടയൻ നയിക്കുന്നു, ഇടയൻ നയിക്കുന്നിടത്തേക്ക് ആ ആടുകൾ പോകുന്നു. എവിടേക്കാണ് ഈ ആടുകളെ ഇടയൻ നയിക്കുന്നത്? സ്വച്ഛമായ പുൽപ്പുറങ്ങളിലേക്ക്, ശാന്തതയുള്ള വെള്ളത്തിനരികത്തേക്ക്. സ്തോത്രം. അപ്പോൾ നാം ആ ഇടയന്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. നാം വലിയ പ്ലാനും പദ്ധതിയൊന്നും ഇടാതെ ആ കരങ്ങളിലേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, കുഞ്ഞുങ്ങളെ ഓർത്തോണം, ദൈവത്തിന്റെ കരങ്ങളിലേക്ക്, into the nailed hands of Christ Jesus, നമ്മെ തന്നെ കൊടുക്കുക. ഹല്ലേലൂയ. കർത്താവ് നമ്മെ നടത്തിക്കോളും. സ്തോത്രം. അവിടുന്ന് നമ്മോട് പറയും എന്താ ചെയ്യേണ്ടത്. അതുകൊണ്ട് പറയുന്നത്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളുടെ മേൽ ഉള്ളത് കൊണ്ട് ആ അഭിഷേകം നമ്മോട് സംസാരിക്കും. ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുന്ന. എൻ്റെ പേര് ആൻസൺ, അറിയപ്പെടുന്നത് ആൻസൺ മാരാമൺ എന്നാണ്. ഞാൻ ജനിച്ചത് മാരാമണ്ണാണ്. ഗൂഗിളിലൊക്കെ നിങ്ങൾ ഒന്ന് അടിച്ചാൽ മതി, ആൻസൺ മാരാമൺ എന്ന് ധാരാളം എൻ്റെ സാക്ഷ്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. സഹോദരൻ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിലപ്പെട്ട ഈ സമയത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് കർത്താവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൂത്, യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഇനി അടുത്ത ചുവട് എങ്ങോട്ട് എടുത്തു വെക്കണം എന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാവും. നമ്മളിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അടുത്ത ചുവട് എങ്ങോട്ട് എടുത്തു വെക്കണം നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം പതറിപ്പോവും. മനുഷ്യരല്ലേ നാം, ഈ ഫ്ലഷിൽ, നാം ഈ മാംസത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. ഈ പൊടിയിൽ നിന്ന് എടുത്തതായ ഈ ശരീരത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. പതറിപ്പോവും. അപ്പോൾ ആ അവസരത്തിൽ പതറാതെ ഇരിക്കുവാൻ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന മെസ്സേജ് നിങ്ങളുടെ ആത്മാവിൽ നിങ്ങൾ കോറിയിടുമെങ്കിൽ, ഹല്ലേലൂയ, ആ സന്ദർഭവും മറികടക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും. ഇന്നത്തെ മെസ്സേജാണ്, ആഴിയുടെ ആഴങ്ങളിൽ വഴി ഒരുക്കുന്ന ദൈവം. ഗോഡ് ഹു പ്രിപ്പയർസ് എ വേ ഇൻ ദ ഡീപ്പസ്റ്റ് ഓഫ് ദ ഓഷ്യൻ. നമുക്ക് വായിക്കാം ഐസയ ചാപ്റ്റർ 51. ആദ്യം ഇംഗ്ലീഷിലുള്ള വായിച്ചാട്ടെ, അതിനുശേഷം മലയാളത്തിൽ. ഐസയ ചാപ്റ്റർ 51 വേഴ്സ് 10. യെശയ്യാ പ്രവചനം 51-ാം അധ്യായം 10-ാം വാക്യം. Are you not the one who dried up the sea, the waters of the great deep, that made the depths of the sea a road for the redeemed to cross over? സ്തോത്രം. മലയാളത്തിൽ. വലിയ ആഴിയിലെ വെള്ളങ്ങളെ തന്നെ വറ്റിച്ചു കളയുകയും വീണ്ടെടുക്കപ്പെട്ടവർ കടന്നു പോകേണ്ടതിന് സമുദ്രത്തിന്റെ ആഴത്തെ വഴിയാക്കുകയും ചെയ്തത് നീയല്ലയോ? ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ദൈവവചനം ജീവനും ശക്തിയുമാകയാൽ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മരക്ഷയുണ്ടേവനും ഉള്ളത്തിൽ കൈക്കൊണ്ടാൽ, ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. ആത്മമരണം മാറും, നീതിയിൽ അവൻ വാഴും. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ഓ കേൾക്കുക നാം, ഓ യേശു
യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കാം തന്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാം. യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കാം തന്റെ വിശുദ്ധവാക്യത്തിൽ നമ്മുടെ ജീവനാം. യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാം ഉപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ആമേൻ. കേൾക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. ദൈവത്തിന്റെ വചനം എന്ന് പറയുന്നത് ജീവനും ചൈതന്യവും ഉള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. അത് നമ്മെ ബലപ്പെടുത്തുന്നതാണ് ദൈവത്തിന്റെ വചനം. എന്താണ് ദൈവത്തിന്റെ വചനം? കുഞ്ഞുങ്ങൾക്ക് അറിയാമോ? ദ റിവീൽഡ് വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി വെളിപ്പെടുത്തിയ തന്റെ വചനങ്ങളാണ് ദൈവവചനമായിട്ട് നമ്മുടെ കയ്യിലുള്ള വിശുദ്ധ വേദപുസ്തകം. എന്നാൽ കുഞ്ഞുങ്ങളെ, യൗവനക്കാരെ, നിങ്ങൾ ഇന്ന് ജീവിക്കുന്നതായി, പ്രത്യേകിച്ച് ഇപ്പോൾ ബാംഗ്ലൂർ സിറ്റിയിൽ ഇന്ന് ജീവിക്കുന്നതായി ഈ കാലഘട്ടം നമ്മെ വഴിതെറ്റിക്കുന്ന ഒരു കാലഘട്ടമാണ്. ഏതിലൂടെ വഴിതെറ്റിക്കും? ദൈവ വചനത്തിന് വെളിപ്പാട് ലഭിച്ചവർ എന്ന് പറയുന്ന ചിലർ നിങ്ങളെ തെറ്റിക്കും. ഞാൻ പറഞ്ഞല്ലോ, എന്താണ് ദൈവത്തിന്റെ വചനം? ദ റിവീൽഡ് വേർഡ് ഓഫ് ഗോഡ്. ഓൾറെഡി നമുക്ക് എന്തുണ്ട് നമ്മുടെ കയ്യിൽ? ദൈവം നേരിട്ട് റിവീൽ ചെയ്തതായ ദൈവത്തിന്റെ വചനം നമ്മുടെ കയ്യിൽ പ്രിന്റഡ് ഫോമിൽ ഉണ്ട്. നാം എന്ത് ചെയ്യണം? അത് പഠിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. അത് പഠിക്കാത്തത് കൊണ്ടാണ് വഴിതെറ്റി പോകുന്നത്. അതുകൊണ്ടാണ് സദൃശവാക്യത്തിൽ പറയുന്നത്, there is no revelation, people go astray. വെളിപ്പാടില്ലാത്തത് ജനം വഴിതെറ്റുന്നു, മര്യാദ കെട്ട് നടക്കുന്നു. സ്തോത്രം. അതാണ് ശരിയായിട്ടുള്ള മലയാളം. ഹല്ലേലൂയ. കാരണം ഈ വെളിപ്പാട് ആയി നമുക്ക് ലഭിച്ചിരിക്കുന്നതായ വചനം മനസ്സിലാകാതെ, ഗ്രഹിക്കാതെ, പഠിക്കാതെ, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ചെയ്യുന്നതുപോലെ ശനിയാഴ്ച രാത്രിയിൽ ഒരു വാക്യം മാത്രം എടുത്ത് കാണാതെ പഠിച്ച് പാസ്റ്ററെ സന്തോഷിപ്പിക്കുവാനായിട്ട് പറഞ്ഞു പോകുന്നതാണ് പ്രശ്നം. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വചനം പഠിക്കണം, വായിക്കണം, വചനം വായിക്കണം, വചനം പഠിക്കണം. അപ്പോൾ നിങ്ങൾ പുറമേ നിന്ന് ചില വലിയ ദേവദാസന്മാരെന്ന് പറയുന്നവർ അവർക്കൊരു വെളിപ്പാട് ലഭിച്ചുവെന്ന് ഒരു കാര്യം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ, യൂട്യൂബിൽ, ഫേസ്ബുക്കിൽ കേൾക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പഠിച്ച വചനത്തിലേക്ക് ഒന്ന് നോക്കും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഇദ്ദേഹം പറയുന്നത് യഥാർത്ഥ വെളിപ്പാടാണോ അല്ലേ. ഞാനൊരു കാര്യം പറയട്ടെ, എനി റെവലേഷൻ ഔട്ട് ഓഫ് ദ ഹോളി ബൈബിൾ ഈസ് നോട്ട് ഫ്രം ഗോഡ്. ഈ ദിവസങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒന്നും പറയുന്നില്ല. ഞാനൊരു ഉദാഹരണം പറയാം, ചെറിയ ഉദാഹരണം. ഞാൻ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. പക്ഷെ കർത്താവ് എന്നെ ഹേമിക്കുന്നു. കാരണം നിങ്ങൾ വസിക്കുന്നത് എവിടെയാണ്? ബാംഗ്ലൂർ നഗരത്തിലാണ്. സ്തോത്രം. അതുകൊണ്ട് ഈ കഴിഞ്ഞ ഒരു കാലത്ത് ഇവിടെ അടുത്തൊരു സഭയിൽ ഒരു വലിയ ദേവദാസൻ വന്നു ഉപവാസ പ്രാർത്ഥനയ്ക്ക്. അദ്ദേഹം കുമ്മനാട് IPSCയുടെ ബൈബിൾ കോളേജിൽ പഠിച്ചതാണ്. IPSCക്ക് ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങൾ. പ്രായമുള്ളവർക്ക് അറിയാം. നമ്മൾക്ക് അഭിമാനം ഉണ്ടാകണം ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ഭാഗമാകാൻ. കാരണം എന്നറിയാമോ? നമുക്ക് ഉള്ളത് വിശുദ്ധമായ ഉപദേശമാണ്. ഈ വിശുദ്ധ പലരുടെയും ജീവിതം വഴിതെറ്റിയതായിരിക്കാം. നമ്മൾ നോക്കുമ്പോൾ ചില ദേവദാസന്മാർ അല്ലെങ്കിൽ ചില മൂപ്പന്മാർക്ക് വഴിതെറ്റി നടക്കുന്നതായിരിക്കാം. പക്ഷേ അവരും മുറുകെ പിടിക്കുന്നത് ഈ ഹോളി ഫെയ്ത്തിനെയാണ്, ഈ ഹോളി ഡോക്ട്രൈൻസിനെയാണ്. അതുകൊണ്ട് ഉപദേശത്തിന് ഉറപ്പുള്ള ഒരു സഭാ പ്രസ്ഥാനമാണ് ഇന്ത്യൻ പെന്തക്കോസ്റ്റൽ ചർച്ച്. അപ്പോൾ ആ സഭയുടെ ബൈബിൾ കോളേജിൽ പഠിച്ച ഒരു ദേവദാസൻ കുറെ കാലം IPCയുമായി ചേർന്ന് ശുശ്രൂഷിച്ചു. പിന്നീട് അദ്ദേഹത്തിന് വെളിപ്പാടുകൾ ലഭിക്കാൻ തുടങ്ങിയപ്പോൾ സഭയിൽ നിന്ന് പുറത്തേക്ക് പോയി. അങ്ങനെ ഒരു ദേവദാസൻ അടുത്തിടെ ഇവിടെ ഈ സിറ്റിയിൽ ഒരു ചർച്ചിൽ പ്രസംഗിച്ചു. ഹല്ലേലൂയ. വലിയ ദൈവശാസ്ത്രജ്ഞന്മാരുടെ മധ്യേ ഇരുന്നുകൊണ്ട് പ്രസംഗിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗം ഇതായിരുന്നു, ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ പറയുമ്പോൾ ആരാണ്? ഒറ്റയൊരു വ്യക്തി, ദ ഗോഡ് ക്രൈസ്റ്റ് ജീസസ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ല. അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വെളിപ്പാട്, അദ്ദേഹം വേദപുസ്തകം പഠിച്ചപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന വെളിപ്പാട് ക്രൈസ്റ്റ് ആൻഡ് ജീസസ്. ജീസസ് എന്ന മനുഷ്യൻ, ക്രൈസ്റ്റ് എന്ന ദൈവം. അദ്ദേഹം വെട്ടിമുറിച്ചു. യേശുവിനെ എന്ത് ചെയ്തു? കേൾക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് തോന്നുന്നു ശരിയാണെന്ന്. ഹല്ലേലൂയ. കാരണം അതിന് ചേരുന്നതായ ചില വാക്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നു. ശക്തമായിട്ട് 2 മണിക്കൂർ പ്രസംഗിച്ചു. അവർ തുള്ളിച്ചാടി നൃത്തം ചെയ്ത് ആരാധിച്ചു. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അവർ ആരാധിച്ചത് ആരെയാണ്?
അവർ വെട്ടിമുറിച്ച ദൈവത്തെ. സ്തോത്രം, ഹല്ലേലൂയ. അദ്ദേഹം പറയുന്നത് ഈ യേശുവിനെ നമുക്ക് വായിച്ച് പഠിക്കാം, ഫോട്ടോ കണ്ട് മനസ്സിലാക്കാം. പക്ഷെ ക്രിസ്തു എന്ന് പറയുന്നതിന് എന്ത് ചെയ്യണം? റിവീൽ ചെയ്യപ്പെടണമെന്നാണ് പറയുന്നത്. വായിച്ചാൽ മനസ്സിലാകില്ലെന്ന് അദ്ദേഹം പഠിപ്പിച്ചത്. അങ്ങനെയാണോ കുഞ്ഞുങ്ങളെ? നിങ്ങൾക്ക് ക്രൈസ്റ്റിനെ അറിയില്ലേ? യു എക്സ്പീരിയൻസ് ഹിം. വൈ? ബിക്കോസ് യു ആർ വിത്ത് ദിസ് ഓർഗനൈസേഷൻ, യു ആർ ഇൻ ദിസ് ചർച്ച്, യു ആർ ഇൻ ദിസ് ഗാദറിംഗ്. കാരണം ഇവിടെ യേശു ക്രിസ്തുവിനെ പഠിപ്പിക്കുന്നത് രണ്ടായിട്ടല്ല, ഒരൊറ്റ വ്യക്തിയായിട്ട്. ഒറ്റ വ്യക്തിയായ സത്യദൈവമായ, പൂർണ്ണ മനുഷ്യനായ, പൂർണ്ണ ദൈവമായ, ഏക ഒറ്റ വ്യക്തിയായ കർത്താവ് യേശു ക്രിസ്തുവാണ് നമ്മളുടെ നിത്യദൈവം. ഹല്ലേലൂയ, സ്തോത്രം. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ചേർന്നിരിക്കുന്നതായ സത്യ ഏക ദൈവം. ഇന്നലെ ഹല്ലേലൂയ ഞാൻ പറഞ്ഞു വരുമ്പോൾ പറയുക, അസംബ്ലീസ് ഗോഡിലെ ഒരു വലിയ ദേവദാസൻ, അദ്ദേഹം ഒരു അധ്യാപകനാ, ബൈബിൾ അധ്യാപകനാ, എന്നോട് ചോദിച്ചു, നിങ്ങൾ പെന്തക്കോസ്തർ? ഓർത്തു നോക്കുക, അദ്ദേഹം പെന്തക്കോസ്തുകാരനാണ് കേട്ടോ. ഈ ചോദിക്കുന്ന ആള് പെന്തക്കോസ്തുകാരൻ, ഒന്നാന്തരം പെന്തക്കോസ്തുകാരനാ. എന്നോട് ചോദിക്കുകയാണ്, നിങ്ങൾ പെന്തക്കോസ്തർ ആരാധിക്കുന്ന 3 ദൈവങ്ങളെ അല്ലെന്ന്. വളരെ ധൈര്യത്തോടെ ഉത്തരം പറഞ്ഞു. ഫേസ്ബുക്കിലായിരുന്നു, ഉത്തരം കൊടുത്തു. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ കൂട്ടായ്മ കൂടുന്ന സഭാപ്രസ്ഥാനവും ആരാധിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിരിക്കുന്ന സത്യ ഏക ദൈവത്തെ. മറുപടിയില്ല അദ്ദേഹത്തിന്. ഹല്ലേലൂയ, സ്തോത്രം. മറുപടിയില്ല. നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും, പലരും ചോദ്യം ചോദിച്ചു വരും. കുഞ്ഞുങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. Don't you have 3 gods? Because you say Father is God, Son is God, and the Holy Spirit is God. So it makes 3, right? But no. പിതാവും പുത്രനും പരിശുദ്ധ ആത്മാവുമായ സത്യ ഏക ദൈവമാണ് നമ്മുടെ ദൈവം. അതിനാ ദൈവത്തെ സ്തുതിച്ച് ബോധപ്പെടുത്താം. ഹല്ലേലൂയ. വിഷയത്തിലേക്ക് വരാം. God who prepares a way in the deepest of the oceans. ഹല്ലേലൂയ, സ്തോത്രം. നമ്മൾക്ക് ഈ പെന്തക്കോസ്തുകാർക്ക് ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? നമുക്കെല്ലാം ഭയങ്കര ആർഭാടമായിട്ട് വേണം. എന്ന് വെച്ചാൽ ഈ വലിയ കൊടുങ്കാറ്റ് വരുന്നത് പോലെ, വലിയ മഴ വരുന്നത് പോലെ, വലിയ ഭൂകമ്പം ഉണ്ടാകുന്നത് പോലെ, വലിയ ഇടിമുഴക്കം ഉണ്ടാകുന്നത് വേണം ദൈവം പ്രവർത്തിക്കാനായിട്ട്. അല്ലാത്തൊരു ദൈവത്തെ നമുക്ക് അങ്ങോട്ട് ചിന്തിക്കാൻ പറ്റില്ല. ശരിയല്ലേ? സ്തോത്രം. കാരണം ദൈവം ഭയങ്കരനല്ലേ? ഭയങ്കരനായ ദൈവം സീനായി പർവ്വതത്തിൽ ഇറങ്ങി വന്നപ്പോൾ അവിടെ തീയും പുകയും കൊടുങ്കാറ്റും ഇടിമുഴക്കവും മിന്നലും നമ്മളെപ്പോഴും നോക്കുന്നത് എന്താണ്? അങ്ങനെ ഒരു ദൈവത്തെയാണ്. സ്തോത്രം, ഹല്ലേലൂയ. പ്രത്യേകിച്ച് നമ്മൾ പ്രയാസത്തിലാകുമ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നില്ലല്ലോ. നാം ആരെയാണ് നോക്കുന്നത്? ഈ കൊടുങ്കാറ്റായി വരുന്ന ദൈവത്തെയാണ് നോക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ വിശുദ്ധ വചനം പഠിക്കുമ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും. ആ കാര്യങ്ങൾ കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയത് നിങ്ങളുമായി പങ്കുവെച്ച് ഇരിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അമേരിക്കയിൽ ഞാൻ ഒരു ദിവസം നെറ്റിൽ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനൊരു വിഷയത്തെക്കുറിച്ച് പഠിക്കുകയായിരുന്നു. ഈ വിഷയങ്ങൾ തന്നെയാണ്. ഈ ആഴിയുടെ ആഴങ്ങളിൽ വഴിയൊരുക്കുന്ന ദൈവത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ 2014 ഡിസംബർ 8 പ്രസിദ്ധീകരിച്ചതായ വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന ന്യൂസ് പേപ്പറിലൂടെ കടന്നുപോകാനിടയായി. അതില് കാൾ ഡ്രൂസ് എന്ന പേരുള്ള ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ്, ഒരു ക്രിസ്തീയ മതവിശ്വാസിയാണ്, പള്ളിയിൽ പോകുന്നവനാണ്. അദ്ദേഹം പഠിക്കുന്നതായ ആ പ്രത്യേക മേഖല എന്ന് പറയുന്നത് ദ അറ്റ്മോസ്ഫിയറിക് ആൻഡ് ഓഷ്യൻ സയൻസ്, അന്തരീക്ഷ സമുദ്ര ശാസ്ത്രം. അദ്ദേഹം കൊളറാഡോ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ, ഞാൻ അതിന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. അമേരിക്കയിലെ കൊളറാഡോ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം വളരെ അന്വേഷിച്ച് അദ്ദേഹം കണ്ടുപിടിച്ച ഒരു കാര്യം, കാരണം അറ്റ്മോസ്ഫിയർ വേണം, അവിടെ ഓഷ്യൻ വേണം. അത് ഞാൻ ക്രിസ്ത്യാനി ആയതുകൊണ്ട് ഇറ്റ് മസ്റ്റ് ബി ബിബ്ലിക്കൽ. അപ്പോൾ വളരെ നല്ലൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹം വേദപുസ്തകം പരതി എവിടെ എത്തി? പുറപ്പാട് പുസ്തകത്തിലെത്തി, എക്സോഡസ് ചാപ്റ്റർ 14 അവിടെ വന്നപ്പോൾ മോശയും കൂട്ടരും തലേന്ന് രാത്രി പെസഹ കുഞ്ഞാടിനെ ഭക്ഷിച്ചിട്ട് ഓടി വന്നിരിക്കുക. അവർക്കുള്ളതെല്ലാം എടുത്തുകൊണ്ട്, ആടുമാടുകളും സകലതും അവരവിടുന്ന് കൊള്ളയടിച്ച ആഭരണങ്ങളും എല്ലാം ഉണ്ട്. ഭയങ്കര ബൂട്ടിയാണ് അവർക്ക് കിട്ടിയത്. ഏകദേശം 6 ലക്ഷം ആൾക്കാരുണ്ടെന്ന വേദപുസ്തകത്തിൽ. പക്ഷേ നമ്മളൊരു കണക്ക് വെച്ച് നമ്മൾ ഏകദേശം 20 lakhs ഉണ്ടെന്ന് ദേവദാസന്മാർ വിവരമുള്ളവർ പറയുന്നു. നമ്മളൊക്കെ അത് ഏറ്റെടുക്കാം, കുഴപ്പമില്ല.
മാത്രമല്ല അവരോട് കൂടെ ആടുമാടുകളുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്, മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ഇവരൊക്കെ എവിടെ നിൽക്കിയപ്പം? ചെങ്കടലിന്. ഹല്ലേലൂയ. നമ്മളും പലപ്പോഴും ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ സന്ദർഭങ്ങളിലെത്തും അല്ലേ? നമുക്കുള്ളതെല്ലാം എടുത്ത് ഓടുന്ന വഴിക്ക് പെട്ടെന്ന് മുമ്പോട്ട് വെക്കാൻ പറ്റില്ല. കാരണം അവിടെ എന്താ? ഒരു കുഴിയാണ്. മുമ്പോട്ട് പോകാൻ പറ്റില്ല, അവിടെ ഇരുട്ടാണ്. ഇതാ ഞാൻ പറഞ്ഞത്, വഴിമുട്ടുന്നതായ, വഴി അടയ്ക്കപ്പെടുന്നതായ ചില സന്ദർഭങ്ങൾ നമ്മളെത്തും. അപ്പോൾ ഇദ്ദേഹത്തിന് റിസർച്ച് പോയത്, അദ്ദേഹം റിസർച്ച് ചെയ്ത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞാനത് വായിച്ചപ്പോൾ ഒരു കാര്യത്തിലൊഴികെ ബാക്കി എല്ലാത്തിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. എന്താണെന്നറിയാമോ? അദ്ദേഹം അതിനുവേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തു. ആ സോഫ്റ്റ്വെയറിൻ്റെ കാൽക്കുലേഷനിൽ നമ്മളുടെ വിചാരത്തിലുള്ള കാര്യങ്ങളല്ല. ഞാൻ എന്താ അങ്ങനെ പറഞ്ഞെന്നറിയാമോ? ഞാൻ വിചാരിച്ചത് ഈ ചെങ്കടൽ പിളർത്തുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ആറ് അല്ലെ ഒരു തോട്. ഞാൻ വിചാരിച്ചു ഇങ്ങനെയാണ്. രക്ഷിക്കപ്പെട്ട് വന്ന് 2009 രക്ഷിക്കപ്പെടുന്നത്, 2010 രക്ഷിക്കപ്പെട്ട് നാട്ടിൽ വരുന്നത്. അപ്പോൾ അന്ന് ഈ പെന്തക്കോസ്ത് അനുഭവത്തിൽ വന്നതിൽ പിന്നാണ് ഈ മോശയെക്കുറിച്ചും ഈ ചെങ്കടലിനെ കുറിച്ചും ഇസ്രായേലിനെ കുറിച്ചും അറിയാം. പണ്ട് അന്നൊന്നും അറിയില്ലായിരുന്നു. പണ്ട് ഈശോ മാത്രമേ അറിയുള്ളായിരുന്നു, വേറൊന്നും അറിയില്ല. പിന്നെ മറിയാമിനെ അറിയാം, കുറെ വിശുദ്ധന്മാരെ അറിയാം, വേറെ ഒന്നും എനിക്കറിയില്ല. ഞങ്ങൾ കാത്തലിക് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു, മലങ്കര കത്തോലിക്ക. അതുകൊണ്ട് കുറേ സുറിയാനി പാട്ടുകൾ അറിയാം, കുറേ സുറിയാനി ആരാധനകൾ അറിയാം. ഞാൻ 10 വയസ്സ് മുതൽ മദ്ബഹായിൽ ശുശ്രൂഷിച്ച വ്യക്തിയാണ്. 32 വർഷം മദ്ബഹായിലായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളെ അറിയുള്ളൂ, മറ്റൊന്നും അറിയില്ല. അപ്പോൾ പെന്തക്കോസ്ത് ആരാധനയിൽ വന്ന ശേഷമാണ് ഈ ആദാമിനെ ഹവ്വായെ പരിചയപ്പെട്ടത്, ഈ കയ്യിനെയും ഹാബേലിനെയും പരിചയപ്പെട്ടത്. നിങ്ങളെ പരിചയപ്പെട്ടത് അപ്പോഴാണ്. അപ്പോൾ അവിടെ വന്ന് ഈ മോശ വിറച്ച് നിൽക്കുക, സ്തോത്രം, കൂടെ നിൽക്കുന്നവർ കല്ലെറിയാൻ റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് അങ്ങനെ ഒരു ചെറിയ നമ്മുടെ ഈ എന്താ പറയുന്നത് നാഗവാര ലേക്ക് പോലൊക്കെ, ഞാനങ്ങനെ വിചാരിച്ചിരുന്നു ഇതുപോലുള്ള ലേക്ക് ആയിരിക്കാം. അപ്പോൾ മോശ അതിൻ്റെ സൈഡിലോട്ട് നിന്ന് പടി പൊക്കി എല്ലാം പെട്ടെന്ന് മാറി. വെള്ളമല്ലേ, പെട്ടെന്ന് വെള്ളം പറ്റിപ്പോയി. ഇപ്പം ഞങ്ങൾ വരുന്ന വഴി കുറേ സ്ഥലത്ത് കണ്ടു, ഇവിടുത്തെ ലേക്സ് കുറേ ഉണങ്ങിപ്പോയിരിക്കും, അതില്ലാത്തതുകൊണ്ട് നമുക്ക് നടക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ച അങ്ങനെയാണ്. പക്ഷേ ഈ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് കണക്ക് കൂട്ടിയപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഏകദേശം 3-4 കിലോമീറ്റർ ദൂരത്തിലാണ് ഇവർ നിൽക്കുന്നത്. ഇവർ സ്പ്രെഡ് ചെയ്തിരിക്കുന്നത്. കാരണം അറൗണ്ട് 20 lakhs ആൻഡ് ഓൾ ദെയർ ബൂട്ടിങ്. അവിടെ എല്ലാം ഉണ്ട്, അവരുടെ വെൽത്ത് ഫുൾ ഉണ്ട്. അറൗണ്ട് 3 to 4 കിലോമീറ്റേഴ്സ് ലെങ്ത് ആണ്. ഏകദേശം നമ്മുടെ പഴയ ബാംഗ്ലൂർ നഗരത്തിൻ്റെ വീതി, നീളം. ഇപ്പം ബാംഗ്ലൂർ എക്സ്പാൻഡ് ആയി കേട്ടോ. ഞങ്ങൾ ഓരോ വർഷം വരുമ്പോഴും എക്സ്പാൻഷൻ കണ്ടുകൊണ്ടിരിക്കുക. ദൈവത്തിൻ്റെ സ്തോത്രം. ഇതുപോലെ സഭകളും എക്സ്പാൻഡ് ആകണം. ഹല്ലേലൂയ, സ്തോത്രം. വേറൊരു കാര്യം അറിയണോ? ഇതിൻ്റെ വീതി എത്രയായിരിക്കും അറിയണോ? നമ്മളുടെ അൽസൂർ ലേക്കിൻ്റെ വീതി ഒന്നും അല്ല, 5 കിലോമീറ്റേഴ്സ് മിനിമം. കാരണം ഇത്രയും ജനത്തിന് 4-5 മണിക്കൂർ കൊണ്ട് ഇത് ക്രോസ് ചെയ്യണം, അല്ലാതെ 1 മാസം കൊണ്ടല്ല. കാരണം ആരാ പുറകില്? ഫറവോന് സൈന്യം പുറകിലെ പിടിക്കുവാനായിട്ട് ഭയങ്കര വേഗത്തിൽ അവരുടെ ഇരുമ്പ് രഥങ്ങളും ഒക്കെ ഓടിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്, കുതിരപ്പുറത്ത് വന്നുകൊണ്ടിരിക്കുക. വിതിൻ നോ ടൈം എന്ത് ചെയ്യണം? ഇവര് ക്രോസ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഈ പറയുന്ന അൽസൂർ ലേക്കിൻ്റെയോ അല്ലെങ്കിൽ നാഗവാര ലേക്കിൻ്റെ വിസ്താരം പോരാ. 4 കിലോമീറ്റർ നീളവും 5 കിലോമീറ്റർ വീതിയും ഏകദേശം 20 സ്ക്വയർ കിലോമീറ്റർ വിസ്താരം വേണം ഇത് നിങ്ങൾക്ക് കടന്നു പോകുവാനായിട്ട്. ഓർത്ത് നോക്കിയ ദൈവം തുറന്ന വഴിയുടെ ആ വിസ്താരം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തെ കുഞ്ഞായി കാണരുത്, ദൈവത്തെ ചെറുതായി കാണരുത് കേട്ടോ. ദൈവത്തെ വലിയതായി കാണണം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തെ വലിയതായി കാണണം. ഞാൻ പറയുന്നത് പ്രോസ്പെരിറ്റി അല്ല, നെവർ തിങ്ക് ദാറ്റ്. ഞാൻ അതിന് എതിരായിട്ടുള്ള വ്യക്തിയാണ്. പ്രോസ്പെരിറ്റി അല്ല ഞാൻ പറയുന്നത്. ദിസ് ഇസ് റിയാലിറ്റി. നമ്മുടെ ജീവിതത്തിലെ റിയാലിറ്റിയെ കുറിച്ച് ഞാൻ പറയുന്നത്. ദൈവമക്കളുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന നമ്മളുടെ ചിന്ത, നമ്മളുടെ ഉള്ളിലിരിക്കുന്ന വിചാരം, അതേക്കുറിച്ച് ഞാൻ ഈ പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് അവിടെ ഭയങ്കര ആഴമുള്ള സ്ഥലം. അതിനുവേണ്ടി അദ്ദേഹം റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചു. യഥാർത്ഥത്തിൽ ഇറ്റ് വാസ് നോട്ട് റെഡ് സീ, ഇറ്റ് വാസ് റീഡ് സീ. കാരണം റീഡുകളുള്ള, ഈറകളുള്ള ഒരു കടലാണത്, കടലെടുക്ക. ആ റീഡ് സീ ആണ് പിൽക്കാലത്ത് റെഡ് സീ ആയിട്ട്. ഈ റീഡുകളുടെ നിറവും ചുവപ്പാണ് കേട്ടോ, അതുകൊണ്ട് തന്നെ റെഡ് സീ എന്നും പറയും. അപ്പോൾ നമ്മൾ വിചാരിച്ച, അല്ലെങ്കിൽ ഇന്ന് യൂട്യൂബിലൊക്കെ കാണുന്ന സ്ഥലത്തല്ല അവർ ക്രോസ് ചെയ്തത്. ഇത്രയും വിസ്താരവും ആഴമുള്ള സ്ഥലത്താണ് ക്രോസ് ചെയ്തിരിക്കുന്നത്. ഇനിയും ഇവിടെ വെള്ളം എങ്ങനെ മാറും? ഇവിടെയാണ് എനിക്ക് അദ്ദേഹവുമായിട്ടൊരു ചെറിയ പിണക്കമുണ്ടായത്. കാരണം നമ്മളെന്താ വിശ്വസിക്കുന്നത്? ദൈവം ഒരു കിഴക്കൻ കാറ്റടിച്ചു, വെള്ളം വഴിമാറി, ഉണങ്ങിയ നിലം അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായി. അവർ ഹല്ലേലൂയ ഒരു കുഞ്ഞു കുട്ടിയെ പോലും വിടാതെ സകലത്തിനെയും ഒരു രാത്രി കൊണ്ട് അപ്പുറം കടത്തി. മാത്രമല്ല പിന്നാലെ വന്ന ഫറവോൻ സൈന്യവും ചെങ്കടലിൽ മുങ്ങിപ്പോയി. ഹല്ലേലൂയ. അപ്പോൾ
അതിഭയങ്കരമായ ഒരു കാറ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ റിസർച്ചിൽ അദ്ദേഹത്തിന് മനസ്സിലായത് ഏകദേശം 80 കിലോമീറ്റർ വേഗതയിൽ കാറ്റടിച്ചെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ നൈൽ നദിയിൽ അങ്ങനെ കാറ്റടിക്കാറുണ്ട്. ഒരു പ്രത്യേക ഫിനോമിനൻ ഉണ്ട്. അവിടുത്തെ കൊടുങ്കാറ്റടിക്കുമ്പോൾ ഏകദേശം 80 കിലോമീറ്റേഴ്സിന് മുകളിലേക്ക് കാറ്റ് വരുമ്പോൾ ഈ നൈൽ നദിയിലെ വെള്ളം മാറ്റപ്പെടും കുറച്ച് സമയത്തേക്ക്. ഇറ്റ്സ് എ ഫിനോമിനൻ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അന്ന് രാത്രിയിൽ സംഭവിച്ചത് അത്ഭുതമല്ല, ഒരു അറ്റ്മോസ്ഫിയറിക് ഫെനോമിനനാണ്. അവിടെ ഈ ജനക്കൂട്ടമെല്ലാം കൂടി വന്നപ്പോൾ അവിടെ ഒരു വാക്വം പോലെ ഒരു പ്രഷർ വേരിയേഷൻ ഉണ്ടായിട്ട് അതിഭയങ്കരമായ മോർ ദാൻ 80 കിലോമീറ്റർ സ്പീഡിൽ ഒരു കാറ്റടിച്ച് ഈ വെള്ളം വകഞ്ഞു മാറ്റപ്പെട്ടു. അതിലൂടെ ജനം കടന്നുപോയി. അത് ദൈവത്തിന്റെ അത്ഭുതമല്ല, അതൊരു അറ്റ്മോസ്ഫിയറിക് ഫെനോമിനൻ എന്ന് അദ്ദേഹം എഴുതി. അത് ആ യൂണിവേഴ്സിറ്റി സ്വീകരിച്ചു. അദ്ദേഹം പാസ്സായി. അദ്ദേഹത്തിന് മാസ്റ്റേഴ്സ് ഡിഗ്രി ലഭിച്ചു. ഞാൻ എൻ്റെ ഉള്ളിൽ പറഞ്ഞു, മൂഢ, സ്തോത്രം, ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് മൂഢ വിളിച്ചെന്നറിയാം? നമ്മൾ വിളിക്കാൻ പാടില്ല, പക്ഷെ ഞാൻ വിളിച്ചു. എന്തുകൊണ്ടാണ്? ഒരു 10 കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിച്ചാൽ നമുക്കറിയാം എന്തൊക്കെ സംഭവിക്കും. ഈ റോഡിൽ കിടക്കുന്ന പ്ലാസ്റ്റിക് ഒക്കെ പറന്നു പോകും. സഹോദരിമാരുടെ സാരിയൊക്കെ തുമ്പിങ്ങനെ പറന്നു പോകും, ഇല്ലേ? നമുക്ക് വലിയ കുഴപ്പമില്ല, പക്ഷേ സഹോദരന്മാർക്ക് ഇങ്ങനെ ഉണ്ടാവും കുറഞ്ഞ വർഷം, ഇല്ലേ? 10 കിലോമീറ്റർ 20 കിലോമീറ്റർ ആണെങ്കിലോ മുടിയൊക്കെ ഒന്ന് പാറും. 40 കിലോമീറ്റർ ആണെങ്കിലോ നടക്കാൻ പറ്റുകയില്ല. 40 കിലോമീറ്റർ സ്പീഡിൽ കാറ്റടിച്ചാൽ അത് കൊടുങ്കാറ്റാ, സ്ട്രോമാണ്. മരങ്ങളൊക്കെ വീഴും. ഇനി 60 കിലോമീറ്ററിലോ മരം വീഴുക മാത്രമല്ല, മരം എടുത്തോണ്ട് പോകും. നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടു കാണും ഈ മീൻ മഴ പെയ്യുന്നതൊക്കെ, ഇല്ലേ? കല്ലും മീനും ഒക്കെ മഴ. അത് ഈ കാറ്റിന് വേഗത കൂട്ടിയിട്ട് സമുദ്രം അതുപോലെ പൊങ്ങിപ്പോകുന്നതാണ്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ സമുദ്രത്തിലുള്ള മീനും എല്ലാം കൂടെ മേഘത്തിലേക്ക് ഒരു സ്ഥലത്തേക്ക് വീഴും. അപ്പോൾ 60 കിലോമീറ്റർ എന്ന 80 കിലോമീറ്റർ ആയിരിക്കും. ഈ 20 ലക്ഷവും ഇസ്രായേൽ മക്കൾ എവിടെ കണ്ടനെ കിഴക്കൻ കാറ്റ് അടിച്ചിരിക്കുന്നത്? തിരിച്ച് മിസ്രൈമില്. പക്ഷെ ഒരെണ്ണം ബാക്കി വന്നോ? ഒരാളുടെ ഉടുപ്പൂരിയോ ഒരാളുടെ കണ്ണിൽ പൊടി വീണോ? നിങ്ങൾക്ക് ചിന്തിക്കണം. ചിരിച്ചാ പോരാ, ചിന്തിക്കണം. എന്റെ ദൈവം അടിച്ച കിഴക്കൻ കാട്ടിലെ സ്വഭാവം ചിന്തിക്കണം. ഹല്ലേലൂയ. എത്ര മന്ദമായിട്ടാണ് കിഴക്കൻ കാറ്റ് അടിച്ചിരിക്കുന്നത്. കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് പോലും അറിയാത്ത വിധത്തിൽ. നിങ്ങൾ ചിന്തിച്ചു എന്നവരെ, സ്തോത്രം, ഹല്ലേലൂയ. ഇതുമായിട്ട് ബന്ധപ്പെട്ട സമയം പോകുന്നു വേഗത്തിൽ. ഞാൻ നിങ്ങളെ ഒരു ഉദാഹരണം കാണിക്കാം. നമ്മൾ 1 കിങ്സ് 19 വരുമ്പോൾ അവിടെ എടുക്കണ്ട, ഞാൻ പറഞ്ഞു വിടാം, സമയമില്ല. ഹല്ലേലൂയ. വളരെ നല്ലൊരു ഉദാഹരണമാണ്. ഈ നമുക്കെല്ലാം അറിയാമല്ലോ, ഏലിയ പ്രവാചകൻ അറിയാമല്ലോ. അറിയാമേതെല്ലാം ഉണ്ടോ? ഏലിയ പ്രവാചകൻ. ഏലിയ പ്രവാചകൻ ഭയങ്കരത്വമുള്ളൊരു വ്യക്തിയാണ്. കാരണം ഭയങ്കര കൊടുങ്കാറ്റ് പോലെ ഇങ്ങോട്ട് പെട്ടെന്ന് തിസ്ബയിൽ നിന്നുള്ളവനാ ഓടി വന്നിട്ട് രാജാവിന് നേരെ കൈ നീട്ടി അങ്ങ് പ്രവചനം പറഞ്ഞ് സ്ഥലം വിടുക, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഒന്നും സംഭവിക്കില്ലെന്ന്. അത്ര ശക്തമായ പ്രവാചകൻ. പക്ഷെ എന്ത് പറ്റും? ഒരു ദിവസം ഒരു സഹോദരി പറഞ്ഞു, നിന്റെ കഴുത്തി ഞാൻ ഇറക്കാൻ പോവാന്ന്. ഇദ്ദേഹം അവിടെ ഭയന്നു പോയി. എന്ത് ചെയ്തു? നേരെ ചൂരച്ചെടിയിൽ തണലില് അഭയം പ്രാപിച്ചു. പിന്നെ അദ്ദേഹം ചിന്തിക്കുന്നത് മുഴുവൻ, കർത്താവ് എന്നെ എടുത്തു കൊള്ളണമേ. ആ നിമിഷം മുതൽ ഈ ഏലിയ പ്രവാചകൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ വന്നു നിൽക്കുന്ന ആ സന്ദർഭമാണ് ജീവിതത്തിൽ. പ്രവാചകനായിരിക്കാം, പ്രവാചകയായിരിക്കാം, ദേവദാസനായിരിക്കാം, ദേവദാസിയായിരിക്കാം, വലിയ കോടീശ്വരനായിരിക്കാം, പ്രിയ ചാക്കോച്ചാരിപ്പ പറഞ്ഞതുപോലെ ഒന്നുമില്ലാത്തവരുമായിരിക്കാം. പക്ഷേ നമ്മൾ വന്നു നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടല്ലോ, നമ്മുടെ ജീവന് ഭീഷണി വരുമ്പോൾ, സ്തോത്രം, ഹല്ലേലൂയ, നമ്മൾക്ക് ഒരു നേരത്തെ അന്നം കിട്ടാതെ വരുമ്പോൾ, നമ്മളുടെ കൂട്ടത്തിൽ ഒരാൾ രോഗിയായി തീരുമ്പോൾ, അപകടത്തിൽപ്പെടുമ്പോൾ, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിലെ സാഹചര്യങ്ങളാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഈ ബലവാനായിരിക്കുകയാണ്. ദൈവത്തിന്റെ ബലവാനായ അഭിഷിക്തനായ പ്രവാചകൻ ഇപ്പോൾ ആയിരിക്കുക. അപ്പോൾ അദ്ദേഹം ആ നിമിഷ നേരം എന്ത് ചെയ്തു? മാനുഷികമായ അവസ്ഥയിലേക്ക് വന്നുപോയി. പിന്നെ ചിന്തിക്കുന്ന ഭയങ്കരനായ ദൈവത്തെയാണ്. എനിക്ക് വേണ്ടത് എന്താണ്? ഭയങ്കരനായ ദൈവം സ്വർഗം തുറന്നു വന്ന് എന്നെ എപ്പോൾ എടുത്തോണ്ട് പോകണം, അല്ലെ അവൾ എന്റെ കഴുത്തിറങ്ങും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ ദൈവം എന്താ ചെയ്തെന്ന് അറിയാമോ? ഒരു ദൂതനെ കുറച്ച് അപ്പവും വെള്ളവും കൊടുത്ത് അങ്ങോട്ട് അയച്ചു. നീ പോയി ചെന്ന് തട്ടി എഴുന്നേൽപ്പിച്ച് തീറ്റിക്കാൻ പറഞ്ഞു. അങ്ങനെ 2 പ്രാവശ്യം. ആദ്യം എഴുന്നേറ്റ് പിന്നെ കിടന്നുറങ്ങി, പിന്നെയും വിളിച്ചു കൊടുത്തു. എന്നിട്ട് ഓടിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ഓടുമ്പോഴും ഉള്ളിലെ ചിന്ത ഭയങ്കരനായ ദൈവം വന്ന് പ്രവർത്തിക്കുന്ന പ്രവൃത്തിയാ, തന്നെ വിടുവിക്കുന്നതാ. ഞാനത് പറഞ്ഞത് എന്തുകൊണ്ടാണ്? ഓടി വന്ന് ഹോരേ പർവ്വതത്തിൽ വന്നിട്ട് ഒരു ഗുഹയ്ക്കകത്ത് കയറി പാത്തിരിക്കുകയാണ്.
അവിടെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ, ഞാൻ ആ വാക്യത്തിലേക്ക് പോകുന്നില്ല, അവിടെ ഒരു വലിയ കൊടുങ്കാറ്റ് വന്നു. ആ കൊടുങ്കാറ്റിന് പ്രത്യേകത ഉണ്ടായിരുന്നു, അറിയാമോ? പാറകളെ പിളർക്കുന്ന ശക്തമായ കൊടുങ്കാറ്റാ. പക്ഷെ അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. ആ കൊടുങ്കാറ്റിൽ ആരില്ലായിരുന്നു? ദൈവമില്ല. പ്രവാചകൻ എന്താ വിചാരിച്ച? ഈ കൊടുങ്കാറ്റിനകത്ത്, ഞാൻ പറഞ്ഞല്ലോ, വലിയ കൊടുങ്കാറ്റ് അടിച്ചിടുന്ന ദൈവത്തെ നമ്മളിപ്പോൾ നോക്കുന്നത്. പിന്നൊന്നുണ്ടായി, ഒരു തീ ഉണ്ടായി. ഹല്ലേലൂയ. ആ തീയിലും ആരില്ലായിരുന്നു? തീർന്നില്ല. നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പോലെ ഭൂകമ്പം ഉണ്ടായി, വിട്ടുകൊടുത്തില്ല. ഭൂകമ്പവും ഉണ്ടായി. ആ ഭൂകമ്പത്തിൽ ദൈവമില്ലായിരുന്നു. അതിനുശേഷം എന്തുണ്ടായി? യെസ്, ഒരു മൃദുസ്വരം. ആ മൃദുസ്വരം ആരുടേതായിരുന്നു? സാക്ഷാൽ അത്യുന്നതനും സർവശക്തനും വിടുവിക്കുന്നവനും ആഴയുടെ ആഴങ്ങളിൽ വഴിയൊരുക്കുന്നവനുമായ യഹോവയ ദൈവത്തിന്റെ മൃദുസ്വരം. ഹല്ലേലൂയ. പിന്നീട് ആ പ്രവാചകൻ എന്തെല്ലാം ശുശ്രൂഷ ചെയ്തെന്നറിയാമോ? എത്ര പേരുടെ കഴുത്ത് വെട്ടിന്നറിയാമോ? 850 പേരുടെ കഴുത്ത് വെട്ടി. തന്നെക്കാൾ ബലവാന്മാരായവരുടെ. നമ്മൾ കഴുത്തോട്ടാൻ പോകരുത് കേട്ടോ. സ്വോത്രം. ഹല്ലേലൂയ. അപ്പോൾ അത്ര ശക്തമായ ഒരു അഭിഷേകത്തിലേക്ക്, ഒരു നിയോഗത്തിലേക്ക് ഈ ചൂരച്ചെടിയുടെ തണലിൽ ഭയന്ന് കിടന്ന പ്രവാചകനെ ബലപ്പെടുത്തിയത് ഒരു നേർത്ത സ്വരത്തിലൂടെയാ. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇത് കുറിച്ച് വെക്കണം. ഞാനിപ്പോൾ പറഞ്ഞത് കുറിച്ച് വെക്കണം. പലപ്പോഴും നാം വിചാരിക്കുന്നത് പോലെ ആയിരിക്കുകയില്ല ദൈവം ഇടപെടുന്നത്. നമ്മൾ ഹല്ലേലൂയ തളർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ, നമ്മൾ ക്ഷയിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ, നമ്മളൊരു പക്ഷെ പിന്മാറ്റത്തിലേക്ക് പോയേക്കാം എന്ന് കരുതുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി ദൈവസന്നിധിയിൽ കരയുമെങ്കിൽ, ശ്രദ്ധയോടുകൂടി ശാന്തമായി നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമെങ്കിൽ നമുക്കൊരു നേർത്ത സ്വരം കേൾക്കുവാൻ സാധിക്കും. അത് മറ്റാരുടെയും ആയിരിക്കുകയില്ല. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ സേവിക്കുന്ന സത്യ ഏക ദൈവത്തിന്റെ സ്വരം. ആ സ്വരം കേൾക്കുവാൻ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ, എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെങ്കിലും ഇപ്പോൾ നിങ്ങൾ ഹൃദയഭാരത്തോടെ ഈ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്നു. ദൈവം കർത്താവ്, ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് ഹല്ലേലൂയ എന്നോട് പറഞ്ഞ തുടക്കത്തിൽ ഒരു കാര്യം ചെയ്യണമെന്നാണ്. കാരണം എന്നെ 2 സഹോദരന്മാരെയും ഒരു സഹോദരിയെയും ദർശനത്തിൽ കാണിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ആ സഹോദരി പിൻഭാഗത്തുണ്ട്, സഹോദരിൽ ഒരാൾ പിൻഭാഗത്തുണ്ട്, സഹോദരന്മാർ ഒരാൾ ഇവിടെ സെൻട്രലുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്താണെന്ന് അറിയാമോ? മറ്റു കുഴപ്പമൊന്നുമല്ല, സന്തോഷമാണ്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ക്രിസ്തുവിൽ സന്തോഷിക്കുവിൻ, എപ്പോഴും സന്തോഷിക്കുവിൻ. അവർ സന്തോഷമാണ്, പക്ഷേ അപ്പോഴും ഹൃദയത്തിൽ ഒരു ഭാരം. ഹല്ലേലൂയ. ആ ഹൃദയഭാരത്തോടെ ഒരു വ്യക്തിയെങ്കിലും ഇന്ന് എന്നെ ശ്രവിക്കുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഇരിക്കുവാൻ ആഗ്രഹിക്കുന്ന. സ്തോത്രം. ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് ദൈവസ്ഥനിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ആഴയുടെ ആഴങ്ങളിൽ വഴിയൊരുക്കുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ആ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിച്ചുകൊണ്ട്, കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ ഞാൻ അറിയാത്ത എന്തെങ്കിലും ഭാരമുണ്ട്. ഞാനൊരു ഗ്രീക്ക് വാക്ക് നിങ്ങളെ പരിചയപ്പെടുത്താൻ കേട്ടോ. എപ്പിരിപ്റ്റോ എന്ന് പറയും. അത് നിങ്ങൾ മറക്കരുത്. ഈ വാക്ക് നിങ്ങൾ മറക്കരുത്. എന്താണ്? ഒന്ന് പറഞ്ഞേ. എപ്പിരിപ്റ്റോ. ഇത് എവിടെ കാണുന്നറിയാമോ? 1 Peter chapter 5 verse 7. നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ എപ്പിരിപ്റ്റോ. ഈ മലയാളത്തിൽ ഇട്ടുകൊള്ളാന്ന് പറഞ്ഞാൽ അത്ര രസമില്ല. അത് ഗ്രീക്കിൽ പഠിക്കണം. എന്താണെന്നറിയാമോ എപ്പിരിപ്റ്റോ? നിങ്ങൾ ഹല്ലേലൂയ, നിങ്ങൾ വലിയ ബലമൊന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ്. ഒരു 10 വയസ്സുള്ള കുഞ്ഞെന്ന് വെച്ചോ. ഈ 10 വയസ്സുള്ള കുഞ്ഞിന്റെ കയ്യിലേക്ക് ഒരു 30 കിലോ ഭാരമുള്ള കല്ല് അങ്ങോട്ട് കൊടുക്കുക. നമ്മളെ പിടിച്ചോ എന്ന് പറഞ്ഞാൽ കുഞ്ഞെന്ത് ചെയ്യും? പിടിച്ചോണ്ടിരിക്കുമോ? പെട്ടെന്ന് താഴെയിടും. ഇതാണ് എപ്പിരിപ്റ്റോ. ഗ്രീക്ക് മൂലഭാഷയിൽ പലപ്പോഴും അർത്ഥമല്ല ഉള്ളത്, അതിന്റെ ആക്ഷനാണ്. എപ്പിരിപ്റ്റോ എന്ന് പറയുന്നത് ഇട്ട് കളയുക, എറിഞ്ഞു കളയുക, വലിച്ചെറിയുക. സ്തോത്രം. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ഭാരമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ ഇപ്പോൾ അവസരമാണ് അത് ആരുടെ മേൽ വലിച്ചെറിയുവാൻ. നമുക്ക് വേണ്ടി ജീവൻ വെച്ച്, നമുക്ക് വേണ്ടി കാൽവരി കുരിശിൽ യാഗമായി, നമുക്ക് വേണ്ടി സകല പങ്കപ്പാടുകളുമേറ്റ ആ കർത്താവിന്റെ തോളിലേക്ക് നിങ്ങളുടെ ഹൃദയത്തിലെ ഭാരം എറിയുവാനുള്ള സമയമാണിത്. സ്തോത്രം. എന്നിട്ട് ആ ഭാരം എറിഞ്ഞിട്ട് എന്റെ കൂടെ പാടുമോ? ഹല്ലേലൂയ. സ്തോത്രം. മാറാത്തവൻ, വാക്ക് മാറാത്തവൻ, കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ, മാറാത്തവൻ, വാക്ക് മാറാത്തവൻ,
കൂടെയുണ്ടെന്നരുൾ ചെയ്തവൻ മാറുകില്ല, വാക്കുമാറുകില്ല, ഓരോ നാളിലും കൈവിടില്ല. മാറുകില്ല, വാക്കുമാറുകില്ല, ഓരോ നാളിലും കൈവിടില്ല. എത്ര ആനന്ദമേ ജീവിതം, വേദിതെല്ലുമില്ല ജീവിതം. എത്രയാ സന്തോഷത്തോടെ ജീവിതം, വേദിതെല്ലുമില്ല ജീവിതം. സന്തോഷത്തോടെ കാവലിനായി തന്റെ ദൂതരന്റെ ചുറ്റും ജാഗരിക്കും എപ്പോഴും. പാടുമെൻ ജീവിത കാലമെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. പാടുമെൻ ജീവിത നാളുകളെല്ലാം നന്ദിയോടെ സ്തുതിച്ചിടും ഞാൻ. എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു ഉപദ്രവച്ചാൽ. എല്ലാ വഴികളും എന്റെ മുൻപിൽ ശത്രു ബന്ധിച്ചു ഉപദ്രവച്ചാൽ. സ്വർഗ കവാടം തുറക്കുമെനിക്കാൻ സൈന്യം വരും നിശ്ചയം. സ്വർഗ കവാടം തുറക്കുമെനിക്കാൻ സൈന്യം വരും നിശ്ചയം. സന്തോഷത്തോടെ നമ്മൾ ദൈവസന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്താം. ഹല്ലേലൂയ. ഒരു ചിരിയോടെ ഒരു പുഞ്ചിരി കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കിയവരാരും ഒരു നാള് ലജ്ജിതരായി അവരുടെ മുഖം പ്രകാശിതമായി എന്നെഴുതപ്പെട്ടിരിക്കുന്നത് പോലെ നമുക്ക് കർത്താവിന്റെ മുഖത്തേക്ക് നോക്കാം. തുടർന്നുള്ള സമയങ്ങള് ദിവസങ്ങള് ഹല്ലേലൂയ കർത്താവിന്റെ വരവ് താമസിച്ചാൽ വീണ്ടും ഇവിടെ ഒരുമിച്ച് നിങ്ങൾ കുടുംബരെയും അവിടുത്തെ പൊന്നുകരങ്ങളിലേക്ക് സഭയെ ഓരോ വ്യക്തിയെയും ഓരോ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയ ജോൺ പാസ്റ്റർ കുടുംബത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട കർത്തൃദാസിനെ കുടുംബത്തോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറായിട്ട്. ഇത്രയും സമയം ദൈവസന്നിധിയിൽ വചനവുമായി നിൽക്കുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന് ഹല്ലേലൂയ അവസരമൊരുക്കിയ പ്രിയ കർത്തൃദാസന്മാരോടും സഭയുടെ ഭാരവാഹികളോടും നിങ്ങൾ എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഗായക സംഘത്തെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. വളരെ ഭംഗിയായിട്ട് സ്തോത്രം ആത്മാവിൽ നിറഞ്ഞ് ഇംഗ്ലീഷും മലയാളവും ആത്മാവിൽ നിറഞ്ഞ് ഗാനങ്ങൾ ആലപിച്ചു. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ സന്ദേശം ദാസിൽ കൂടെ കേൾക്കൊണ്ട് സഹായിച്ചു ഓർത്ത് നമ്മുടെ കരുണയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആഴയുടെ ആഴങ്ങളിൽ നമുക്ക് വേണ്ടി വാതിലൊരുക്കുവാൻ വഴിയൊരുക്കുവാൻ മധ്യായമാകുവാൻ മനുഷ്യന് സാധ്യമെന്ന് തോന്നായ അവസ്ഥകളിലും ദൈവം നമുക്ക് വേണ്ടി വഴി തുറക്കുവാൻ മധ്യായ ദൈവമാണ്. അവനെ ഇമ്പസ്വരം കേൾപ്പിച്ച് മന്ദമായ സ്വരം കേൾപ്പിച്ച് മാനസികമായ പ്രതീക്ഷകൾക്ക് അപ്പുറമായി ദൈവം നമുക്ക് വേണ്ടി തന്റെ മന്ദ സ്വരം നമ്മെ കേൾപ്പിച്ച് നമ്മെ എഴുന്നേൽപ്പിക്കുവാൻ നമ്മെ പുറത്തു കൊണ്ടുവരുവാൻ ഹല്ലേലൂയ ആഴയുടെ ആഴങ്ങളിൽ കൂടെ കടത്തിവിടുവാൻ നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. മധ്യായ ദൈവമാണ്. ദൈവം സഹായിക്കുമായിട്ട് ആ ദൈവത്തിൽ പൂർണ്ണമായി നമുക്ക് ശരണപ്പെടാം. ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കാം. ഹല്ലേലൂയ. ഒരു സഹോദരന്റെ ഒരു